കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൻ്റെ ദേശവഴികളിലൊന്നായ പേരൂർ എന്ന കാർഷിക ഗ്രാമം. ഗ്രാമീണ നിഷ്കളങ്കതയാൽ നിറഞ്ഞു നിൽക്കുന്ന സുന്ദരമായ പ്രദേശമാണിത്. നാനാജാതി മതസ്ഥർ ഒരുമയോടെ പങ്കുവെച്ചു ജീവിക്കുന്ന ഈ ദേശത്താണ് നാടിൻ്റെ അഭിമാന കിരീടമായ പേരൂർ ആഗോള മർത്തസ്മൂനി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ജാതി മതവേർതിരിവ് കൂടാതെ അനേകം ആളുകൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് മർത്തസ്മൂനി അമ്മയുടെ മാധ്യസ്ഥം തേടുന്നു. ഈ ദേശക്കാരുടെ ഓരോ ഹൃദയസ്പന്ദനത്തിലും മർത്തസ്മൂനി അമ്മയുണ്ട്. റവറന്റ് ഫാദർ മാണി കല്ലാപ്പുറത്ത് കോർ എപ്പിസ്കോപ്പ കഴിഞ്ഞ 40 വർഷത്തിലേറെയായി ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു വരുന്നു. BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയായ മഹിളയാണ് ഭാഗ്യവതിയായ മർത്തസ്മൂനി എന്ന നാമത്തിൽ ലോകം ഇന്ന് ആദരവോടെ ഭക്തിപൂർവം മധ്യസ്ഥയായി പ്രാർത്ഥിച്ചു വരുന്നത്. ശ്മൂനി എന്ന നാമത്തിൽ ഈ അമ്മ ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നു. പിൽക്കാലത്ത് സത്യസുറിയാനി സഭ ഈ ശ്മൂനി അമ്മയെ മർത്തസ്മൂനി എന്ന വിശുദ്ധ നാമത്താൽ ആദരവോടെ ബഹുമാനപൂർവ്വം മധ്യസ്ഥയായി തന്നെ അംഗീകരിച്ച് പ്രാർത്ഥന നടത്തിപ്പോരുന്നു. ഈ അമ്മ ഒരു വിധവയായിരുന്നു. 7 ആൺമക്കളും അവരുടെ മഹാഗുരുവായ ഏലിയാസാറിൻ്റെ ശിക്ഷണവും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. അന്ത്യോക്കസ് എപ്പിഫാനസ് രാജാവ് നിഷ്ഠൂരനായ അദ്ദേഹത്തിൻ്റെ ചെയ്തികൾക്ക് ഇവരെ വിധേയരാക്കി. യഹൂദന്മാർക്ക് പന്നിമാംസം നികൃഷ്ടമാണ്. നികൃഷ്ടമായ പന്നിമാംസം തിന്നണമെന്നും സൂസ എന്ന് പറയപ്പെടുന്ന ഒരു വിഗ്രഹത്തെ ആരാധിക്കണമെന്നും മക്കാബി വംശത്തിൽ ഒരു വിളംബരം അന്ത്യോക്കസ് രാജാവ് പുറപ്പെടുവിച്ചു. തീക്ഷ്ണ വിശ്വാസികളായ മർത്തസ്മൂനി അമ്മയും അമ്മയുടെ മക്കളും ഗുരുവും അതിനെ അവഗണിച്ചു. രാജകൽപ്പന ധിക്കരിച്ചു എന്ന കാരണത്താൽ അമ്മയെയും മക്കളെയും ഗുരുവിനെയും ബന്ധിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പലവിധ ചോദ്യങ്ങൾ ചെയ്തു, പല വാഗ്ദാനങ്ങൾ ചെയ്തു. കാരണം അമ്മയെയും മക്കളെയും ഗുരുവിനെ കൊല്ലരുത് എന്ന് രാജാവിന് ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്. കാരണം ഏലിയാസാർ ഗുരു അവർക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ആയോധന കലയുടെ പരിശീലനത്തിനാണ് അന്ത്യോക്കോസിൻ്റെ പടയാളികളിൽ അധികം പേരും കഴിവും പ്രാപ്തിയും നേടിയിട്ടുള്ളത്. ഈ മർത്തസ്മൂനിയുടെ മക്കളൊക്കെ ആയോധനകൾ പഠിച്ചവരുമാണ്. തൻ്റെ പട്ടാള വിഭാഗത്തിൽ നിന്ന് അവരെ മാറ്റിവിടുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പോലും രാജകൽപ്പന അനുസരിപ്പിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണെന്ന് അദ്ദേഹം ധരിച്ചുകൊണ്ട് തന്നെ അനേക യഹൂദന്മാർ പേടിച്ച് വിറച്ച്
പന്നിമാംസവും തിന്ന് വിഗ്രഹത്തെ നമസ്കരിച്ച് മതം വിട്ടുപോയി ജീവൻ രക്ഷിച്ചപ്പോൾ മർത്തശ്മൂനി അമ്മയും മക്കളും ഗുരുവും അതിൽ തന്നെ അടിയുറച്ചു നിന്നു. പകരം പലവിധ പീഡനങ്ങൾ അവർക്ക് വേണ്ടി അഴിച്ചുവിട്ടു. ജീവനോട് തൊലിയുരിഞ്ഞു. ശരീരം കഷണം കഷണമായി മുറിച്ച് മാറ്റപ്പെട്ടു. തിളച്ചു മറിയുന്ന എണ്ണയിൽ അവരെ വറുത്തു. വറചട്ടിയിൽ വാരിയിട്ട് പുകച്ചു. അങ്ങനെ ഭീകരമായ ഒരുപാട് പീഡനങ്ങൾ അവർക്ക് നേരെ ഈ അന്ത്യോക്യസ് രാജാവ് ഓരോന്നോരോന്നായി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവസാനം ഇളയ മകനും അമ്മയും മാത്രം ശേഷിക്കെ പല പല വാഗ്ദാനങ്ങൾ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ പിന്നീടുള്ള അവകാശവും ഒക്കെ വാഗ്ദാനം ചെയ്തെങ്കിലും ഇതിലൊന്നും വഴങ്ങാതെ ദൈവവിശ്വാസം തള്ളിപ്പറകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ അവരുടെ പിതാക്കന്മാരുടെ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് മാറുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെ അവർ ജീവിക്കുകയും അമ്മയും 7 മക്കളും മരണം പ്രാപിക്കുകയും ചെയ്തു. അനേകം വിശുദ്ധരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ജർമ്മനിയിലെ കൊളോണിലുള്ള വിശുദ്ധ ആൻഡ്രൂസിൻ്റെ നാമത്തിലുള്ള മനോഹരമായ ഈ ദേവാലയത്തിലാണ് മക്കബീസ് ആരാധനാലയത്തിൽ സൂക്ഷിച്ചിരുന്ന മർത്തശ്മൂനി അമ്മയുടെയും 7 മക്കളുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ വണങ്ങി വരുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ ദേവാലയം സന്ദർശിക്കുകയും മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നു. കാലങ്ങൾ കഴിഞ്ഞു. പിന്നീട് സുറിയാനി സഭ ഈ മർത്തശ്മൂനിയെയും 7 മക്കളെയും ഗുരുവിനെയും ആദരവോടെ ബഹുമാനിച്ച് നല്ല മധ്യസ്ഥരായി, ദിവ്യ മധ്യസ്ഥരായി അംഗീകരിക്കുകയുണ്ടായി. അവരുടെ നാമത്തിൽ മധ്യപൂർവ്വ ദേശത്തും പ്രത്യേകിച്ച് കേരളത്തിലും അനേക പള്ളികൾ സ്ഥാപിച്ചു. അവരുടെ മധ്യസ്ഥതയിൽ മലങ്കരയിൽ, അതായത് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി വെച്ച പള്ളിയാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് പേരൂർ മർത്തശ്മൂനി യാക്കോബായ സുറിയാനി പള്ളി. മലങ്കരയിൽ ഇദം പ്രഥമമായി മർത്തശ്മൂനി അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയ സ്ഥാപനത്തിനു പിന്നിൽ ഏറെ ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും സ്ഥാപക പിതാക്കന്മാർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഭൗതിക സ്വത്തോ സാമ്പത്തിക ഭദ്രതയോ ഇല്ലാത്ത പേരൂർ, ആറുമാനൂർ, തള്ളകം പ്രദേശങ്ങളിലെ വിശ്വാസ സമൂഹം 5 മൈൽ കാൽനടയായി സഞ്ചരിച്ച് മണർകാട് വിശുദ്ധ മർത്താമറിയം പള്ളിയിലെത്തിയാണ് അവരുടെ ആത്മീയ കാര്യങ്ങൾ നിറവേറ്റിയിരുന്നത്. 1905 ഈ പള്ളി സ്ഥാപിക്കുവാനായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് അനുവാദ കൽപ്പന കിട്ടിയത്. അന്ന് പുലിക്കോട്ട് ജോസഫ് ദീവന്നാസ് സിരുമേനിയായിരുന്നു മലങ്കര മെത്രാപ്പോലീത്തായും കോട്ടയം ഭദ്രാസനത്തിൻ്റെ പിതാവും. ആ വന്യപിതാവിൻ്റെ അനുഗ്രഹ ആശീസ്സുകളാലും ഗവൺമെൻറ്റിൽ നിന്നുള്ള അനുവാദ കൽപ്പനയാലും 64 വീട്ടുകാരടങ്ങുന്ന ഈ ദേശത്തെ സാധാരണക്കാരായ മനുഷ്യർ ഇവിടെ ഒരു സ്ഥലം കണ്ടെത്തി. ഈ പള്ളിയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന താൽമുട്ടി കുടുംബക്കാരുടെ വക സ്ഥലമാണ് പള്ളിക്ക് പ്രതിഫലം കൂടാതെ പണരഹിതമായിട്ട് നൽകിയത്. അവിടെ ഒരു ചെറിയ ദേവാലയം മനോഹരമായിട്ട് അവർ പണിതുയർത്തി 1905 സെപ്റ്റംബർ 23 ദൈവമാതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ദിവസം പുലിക്കോട്ട് ജോസഫ് ദീവന്നാസ് തിരുമേനി തന്നെ എഴുന്നള്ളി വന്ന് ഈ പള്ളി വിശുദ്ധ മർത്തശ്മൂനി അമ്മയുടെയും മക്കളുടെയും ഗുരുവിൻ്റെ നാമത്തിൽ വെഞ്ചരിച്ച് കൂദാശ ചെയ്ത് അനുഗ്രഹിച്ച്
ഈ 64 കുടുംബത്തിനും ഈ ദേശത്തിനുമായിട്ട് സമർപ്പിച്ചു തന്നു. ഞങ്ങളുടെ സത്യവിശ്വാസം എന്ന് പറയുന്നത് ദൈവമാതാവ് കഴിഞ്ഞാൽ മർത്തശ്ശിമോനിയമ്മയാണ് സഭയിൽ ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് എന്ന ഉറച്ച ഒരു വിശ്വാസമാണ്. കർത്താവായ യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുകയും എൻ്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരൊക്കെ എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയുമാണ് എന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ശുദ്ധീകരണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. എന്നോടുള്ള സ്നേഹത്തെ പ്രതി തങ്ങളുടെ ജീവൻ കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഒരു സ്നേഹിതന് വേണ്ടി തൻ്റെ ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹമില്ല. സത്യദൈവ വിശ്വാസത്തിന് വേണ്ടി യഹോവയെ പ്രതി, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഈ അമ്മയും 7 മക്കളും ഗുരുവും തങ്ങളുടെ ജീവൻ കൊടുത്ത് അവരുടെ സത്യദൈവ വിശ്വാസവും സ്നേഹവും വെളിപ്പെടുത്തിയതിലൂടെ അവർ യേശുവിൻ്റെ സഹോദരനും സഹോദരിയും മാതാവും എന്ന വിശുദ്ധ വാഗ്ദത്തത്തിന് അർഹത നേടിയിട്ടുണ്ട്. അത് സഭ അംഗീകരിക്കുന്നു. അങ്ങനെ ഇവരെ ദൈവമാതാവിന് ശേഷം ഈ സഭ ആദരവോടെ മധ്യസ്ഥതയായി അംഗീകരിക്കുകയാണ്. ഈ പരിശുദ്ധ ദേവാലയം ഇന്ന് 500-ലേറെ വീടുകളോടുകൂടെ ഇവിടെ നിലനിൽക്കുന്നു. ജാതിമത ഭേദ വർഗവർണ്ണ വ്യത്യാസം കൂടാതെ മലയാള സംസ്കാരത്തിൽ ജീവിക്കുന്നവരും കേരളത്തിനകത്തും പുറത്തും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെടുന്ന അനേകം മനുഷ്യരുണ്ട്. സാക്ഷ്യങ്ങൾ, ധാരാളം സാക്ഷികൾ പറയുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പള്ളിയിൽ. ഈ മർത്തശ്ശിമോനിയമ്മയുടെ നാമത്തിൽ ആദ്യമായിട്ട് ദൈവാലയം വെച്ചത് ഇറാഖിലെ മൂസലിൽ കരക്കോശ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതിമനോഹരമായ ഒരു ചെറിയ ദേവാലയം. അവിടെ ഈ മഹദിയുടെ ഓർമ്മ ദിവസം പെരുന്നാളിന് പള്ളിയുടെ വടക്കേ ഭിത്തിയിൽ ഈ അമ്മയും 7 മക്കളും ഗുരുനാഥനും അത്ഭുത പ്രകാശത്തിൽ വെളിപ്പെടുന്നത് അനേകർ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒരുപാട് തീർത്ഥാടകർ പോയി ആ ദൃശ്യം, മനോഹര ദൃശ്യം, ആ കാഴ്ച കണ്ടിട്ടുണ്ട്. അതൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആയിരത്തി 1946 അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന ഗീവറിയോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തൻ്റെ ശീമയാത്രയിൽ ഈ ദർശനം കണ്ടത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1963 കടവിൽ പോൾ റമ്പാൻ തൻ്റെ ശീമയാത്രയിൽ അദ്ദേഹം കണ്ട ഈ ദർശനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1965 KT ജേക്കബ് അച്ഛൻ ഈ ഇറാഖിലെ കരകോശിൽ ഈ ദൈവാലയം പോയി കണ്ട് അവിടെ അമ്മയും മക്കളും ഗുരുവും പ്രത്യക്ഷപ്പെടുത്തുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തി ആധികാരികമായി സഭയ്ക്ക് നിശ്ചയദാർഢ്യത്തോടെ അറിവുള്ളതാണ്. അതുകൊണ്ട് സത്യസൂര്യാനി സഭയുടെ മാണിക്യരത്നമായി സഭ വിശ്വസിക്കുന്ന ഈ മർത്തശ്ശിമോനി അമ്മയും 7 മക്കളും ഗുരുനാഥനും ജാതി വ്യത്യാസങ്ങൾ യാതൊന്നും കൂടാതെ കടന്നു വരുന്ന എല്ലാ വ്യക്തികൾക്കും അവരുടെ വിശ്വാസത്തിന് അനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നൽകുവാൻ തക്കവണ്ണം യോഗ്യത നേടി എന്നതിനാൽ പേരൂർ മർത്തശ്ശിമോനിയമ്മയുടെ ദേവാലയം ഭൂലോകത്തിൽ മുഴുവനും അറിയപ്പെട്ടു. ഈ പരിശുദ്ധ ദൈവാലയത്തിൻ്റെ ഖ്യാതി, ഓരോ വെള്ളിയാഴ്ചയും നടക്കുന്ന അത്ഭുത പ്രാർത്ഥനകൾ, ആയിരക്കണക്കിന് ജനങ്ങൾ കടന്നു അനുഗ്രഹിക്കപ്പെടുന്നത്, ജാതി വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന ഇവരുടെ നല്ല കാഴ്ചപ്പാട്, ദർശനങ്ങൾ, ഇവയെല്ലാം പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം അറിഞ്ഞു. അന്ത്യോക്യ സിംഹാസനം അറിഞ്ഞിട്ട് മലങ്കര സുന്നകുദോസിനോട് ചോദ്യം ചെയ്ത് പഠിച്ച് ഈ മർത്തശ്ശിമോനിയമ്മയുടെ പേരൂർ ദേവാലയം
ആഗോള മർത്തശ്ശിമോന് തീർത്ഥാടന ദൈവാലയമായിട്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രഖ്യാപന വർഷം എല്ലാ വർഷവും ജൂലൈ മാസം 24-ാം തീയതി ഇവിടെ ആചരിച്ചു വരികയുമാണ്. മനോഹരമായ അൾത്താര ഈ ദേവാലയത്തിന് ഒരനുഗ്രഹമാണ്. സ്വർഗസമാനമായ ഒരു അനുഭവം ഇവിടെ വന്നണയുന്ന പലർക്കും അനുഗ്രഹമാവാറുണ്ട്. അത്ഭുത പ്രവർത്തകയായ മർത്തശ്മൂനി അമ്മയുടെയും 7 മക്കളുടെയും ഗുരുവായ ഏലിയാസിറിൻ്റെയും നാമത്തിലുള്ള അൾത്താര ഭാരതത്തിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് ഈ ദേവാലയത്തിലാണ്. അതുപോലെ തന്നെ ഇടതുവശത്തെ അൾത്താര ദൈവമാതാവിൻ്റെ നാമത്തിലും വലതുവശത്തെ വിശുദ്ധ സ്തെഫാനോസിൻ്റെയും നാമത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള തിരുനാൾ ജനുവരി മാസം 15-ാം തീയതിയും വിശുദ്ധ സ്തെഫാനോസ് സഹദായുടെ തിരുനാൾ ജനുവരി മാസം 8-ാം തീയതിയും ആഘോഷപൂർണമായി കൊണ്ടാടുന്നു. ഈ ആഘോഷങ്ങളിലൂടെ പുണ്യപിതാക്കന്മാരെ ഓർമ്മിക്കുകയും പൈതൃക വിശ്വാസത്തിൽ ഇടവക ഒന്നാകെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ജൂലൈ 24-ാം തീയതി മർത്തശ്ശിമൂനി അമ്മയുടെ മക്കളുടെയും ഗുരുവിൻ്റെയും നാമത്തിൽ മൂസലിലെ കരക്കോശ് ദേവാലയത്തിൻ്റെ പരിശുദ്ധ അൾത്താരയിൽ, അതായത് ത്രോണോസിൽ വിരിച്ചിരുന്ന അനുഗ്രഹീതമായ വിരിപ്പിൽ മർത്തശ്ശിമൂനി അമ്മയും മക്കളും ഗുരുവും പ്രത്യക്ഷപ്പെട്ട നിഴൽ പതിഞ്ഞ അതിവിശുദ്ധമായ തിരുവസ്ത്രം ഈ പള്ളി സ്ഥാപിച്ചിട്ടുണ്ട്. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 1 വരെ 9 ദിവസം നോയമ്പെടുത്ത് ഈ ഇടവകയും ഈ ദേശവാസികളും വിശുദ്ധമായ ഈ നോമ്പും ആചാരാനുഷ്ഠാനങ്ങൾ നിവർത്തിച്ച് 9 പിതാക്കന്മാരുടെ മധ്യസ്ഥയും വിശുദ്ധ കുർബാന അർപ്പിച്ച് അവിടെ കാർമ്മികത്വം അനുഗ്രഹമായി സ്വീകരിച്ച് അവസാനം 9 കോർപ്പിസ്കോപ്പന്മാരും മെത്രാപ്പോലിത്തായും കാർമ്മികത്വം വഹിച്ച് 9 കുർബാനയോടുകൂടെ പെരുന്നാൾ അനുഗ്രഹീതമായി സമാപിക്കുമ്പോൾ നേർച്ച കാഴ്ച വഴിപാടുകളുമായി കടന്നു വരുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ്. അവരെല്ലാവരും അനുഗ്രഹവും പ്രാപിക്കുന്നത് ഇതൊരു വലിയ അനുഭവമാണ്. വലിയ അത്ഭുത സിദ്ധി പ്രാപിച്ച അനേകരുടെ സാക്ഷ്യങ്ങളാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്.